നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീടുകളെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഒരുപാട് മനോഹരമായിട്ടുള്ള വീടുകളുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. അതിൽ ഒരു മോഡേൺ കണ്ടംപററി സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പതിവ് പോലെ നമുക്ക് കോമ്പൗണ്ട് വാളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മോഡേൺ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു കോമ്പൗണ്ട് വാൾ ഡിസൈനും ഗേറ്റ് ഡിസൈനുമാണ് നമ്മൾ കാണുന്നത്. വുഡൻ ഡിസൈനിൽ HPL ഷീറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പിലേക്ക് വരികയാണെങ്കിൽ വീടിന് വലിയ ഹൈലൈറ്റ് നൽകുന്ന രീതിയിൽ നല്ലൊരു മുറ്റം തന്നെ വീടിന് ലഭിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് പുല്ലുകളൊക്കെ നൽകി സോഫ്റ്റ് സ്കേപ്പ് ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ ഒരു ബോൺസായി പ്ലാന്റ് ഒക്കെ നൽകിയിരിക്കുന്നു. ഭിത്തിയോട് ചേർന്ന് കലാത്തിയ പ്ലാന്റുകളുണ്ട്. മനോഹരമായിട്ട് തന്നെ ലാൻഡ്സ്കേപ്പ് ചെയ്ത വീടിനകത്തേക്ക് വരികയാണെങ്കിലും ഈ ഭാഗത്തും ഇതേപോലെ കലാത്തിയ പ്ലാന്റുകളൊക്കെ നൽകി ഒരു ആംബിയൻസ് വീടിന് കൊണ്ടുവന്നിരിക്കുന്നു. മനോഹരമായിട്ടുള്ള മോഡേൺ എലമെൻറ്റുകളൊക്കെ വീട്ടിൽ കാണാൻ സാധിക്കും. ഗ്ലാസ് എലമെൻറ്റുകൾ, ക്ലാഡിങ് എലമെൻറ്റുകൾ, അതേപോലെ ഗ്രിൽ എലമെൻറ്റുകളൊക്കെ നമുക്ക് ഈ വീട്ടിൽ കാണാൻ സാധിക്കും. ഒരു വൈറ്റ് ആൻഡ് ഗ്രേ തീമാണ് വീടിന് കളർ തീമായിട്ട് എക്സ്റ്റീരിയറിൽ നൽകിയിരിക്കുന്നത്. വീടിൽ നിന്ന് അല്പം മാറിയിട്ടാണ് കാർ പോർച്ച് നൽകിയിരിക്കുന്നത്. 2 കാറുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാർ പോർച്ച് സ്പേസ് നൽകിയിരിക്കുന്നത്. മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ്. അതിനിടയിൽ കൂടെ കോബിൾ സ്റ്റോണുകൾ ഒരു സ്ട്രിപ്പായിട്ട് നൽകിയിരിക്കുന്നു. സിറ്റ് ഔട്ടിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ പ്രൊജക്ഷൻ എടുത്ത് പറയാം. നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പുകളിൽ വെള്ളം നനയാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊജക്ഷൻ മുന്നോട്ട് നൽകിയിരിക്കുന്നു. അതിൽ ഗ്ലാസും അതേപോലെ വുഡൻ സ്റ്റൈലിൽ വരുന്ന ഒരു പർഗോള സ്റ്റൈലിൽ ഒരു റീപ്പേഴ്സും നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിനകത്തേക്ക് വരികയാണെങ്കിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നന്നായിട്ട് നൽകിയിട്ടുള്ള സിറ്റ് ഔട്ടാണ്. ഇവിടെ 2 ചെയർ ഇട്ടിരിക്കുന്നു. അതിന് പുറമെ ഇവിടെ ഇതേപോലെ ഒരു ബെഞ്ച് പോലെ സിറ്റ് ഔട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് താഴെ ഒരു പ്ലാന്റർ ബോക്സ് നൽകിയിട്ട് പെബിൾസും പ്ലാന്റുകളൊക്കെ നൽകി അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയും ഇതേപോലെ പ്ലാന്റർ ഏരിയ ഒക്കെ നൽകി മനോഹരമാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അടുത്തത് ഫ്രണ്ട് ഡോറാണ്. ഈ കാണുന്ന മോഡേൺ സ്റ്റൈലിലാണ് ഫ്രണ്ട് ഡോർ ചെയ്തിരിക്കുന്നത്. വലിയ 2 ഹാൻഡിലൊക്കെ നൽകിയിരിക്കുന്നു. 240 അതായത് 8 ഫീറ്റിലാണ് ഇതിൻ്റെ ലിൻഡൽ ഹൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഡോറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വീടിനകത്തേക്ക് കയറിയിട്ട് ഇൻറ്റീരിയർ എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് കാണാം. വീടിനകത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറി വരുന്നത് ഒരു ഫോയർ സ്പേസിലേക്കാണ്. ഇവിടെയാണ് ലിവിങ് റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വുഡൻ ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ലിവിങ് റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ലിവിങ് റൂം സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ നൽകിയിരിക്കുന്നു. മാത്രമല്ല ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വലിയൊരു പാർട്ടീഷൻ നൽകിയിരിക്കുന്നു. മെറ്റൽ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു പാർട്ടീഷൻ ഇതേപോലെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഹൈലൈറ്റഡ് ആയിട്ടുള്ള വാളിലേക്ക് വരികയാണെങ്കിൽ ടെക്സ്ചർ ഫിനിഷാണ് വാളിൽ നൽകിയിരിക്കുന്നത്. ക്ലാസിക് മോൾഡിങ്ങുകൾ നൽകിയിരിക്കുന്നു. മനോഹരമായിട്ടുള്ള ലൈറ്റുകളൊക്കെ ഈ വീട്ടിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ആർക്കിടെക്റ്റ് വരച്ചു കൊടുത്ത് അതിനനുസരിച്ച് മേക്ക് ചെയ്തിട്ടുള്ള ലൈറ്റുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഹോം ഡെക്കോർ ഐറ്റംസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു മെറ്റൽ ആർട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടുത്തെ ഫർണിച്ചറുകളെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ലിവിങ് സ്പേസിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് എക്സ്ട്രാ നൽകിയിട്ടുണ്ട്. ഈ ഒരു വലിയൊരു ഡോർ കം വിൻഡോ ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ഗ്രില്ലുകളൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡോറും ഇതിൻ്റെ ഒപ്പം നൽകിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇങ്ങനെ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങാൻ സാധിക്കും. അപ്പോൾ ഇത് ഈ ലിവിങ്ങിൻ്റെ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ്. അതുകൊണ്ട് തന്നെ ഗ്രിൽ ഏരിയാസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു. മനോഹരമായിട്ട് ഇതേപോലെ കലാത്തിയ പ്ലാന്റുകളൊക്കെ നൽകിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിട്ടുണ്ട്. ഈ സീറ്റിൻ്റെ പ്രത്യേകത എന്താ അറിയോ? നമുക്ക് ഇതേപോലെ ഈ സീറ്റ് മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതൊരു സോഫ പോലെ ഒരു ബെഞ്ച് പോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ബെഞ്ചായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ പരിപാടി കഴിഞ്ഞാൽ ഇതേപോലെ തിരിച്ച് ഇതെല്ലാം ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ആക്കി വെക്കാനും സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു മേക്കിംഗ് വരുന്നത്. നേരെ നമ്മൾ കോമൺ സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് ഡൈനിങ് സ്പേസും ഫാമിലി ലിവിങ് ഒക്കെ വരുന്നത്. അത് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഈ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ആർക്കിടെക്റ്റുകളെയൊക്കെ, ഇൻറ്റീരിയർ ഡിസൈനേഴ്സിനെ, ഡെക്കോർ ഐറ്റംസ് ചെയ്തവരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. കോഴിക്കോട് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി ആയിട്ടുള്ള ജഹാസിൽ ഡിസൈൻ സ്റ്റുഡിയോ ആണ് ഈ വീട്ടിലെ ആർക്കിടെക്ചറൽ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ പ്ലാനിങ് മുതൽ ഇൻറ്റീരിയർ ഡിസൈൻ അടക്കം കംപ്ലീറ്റ് വർക്കുകളിലും അവരുടെ ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി ആണ് ഉണ്ടായിരുന്നത്. വീട്ടിലെ
ഫർണിച്ചറുകളാണെങ്കിലും ഇൻറ്റീരിയർ പ്രൊഡക്ഷൻ ആണെങ്കിലും കാർപ്പൻട്രി വർക്കുകളാണെങ്കിലും ഒക്കെ ഹോം പാക്ക് എന്ന് പറയുന്ന ഇൻറ്റീരിയർ കമ്പനിയാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായിട്ട് ഫർണിച്ചറുകളൊക്കെ ആർക്കിടെക്റ്റ് വരച്ച രീതിയിൽ തന്നെ മേക്ക് ഓവർ ചെയ്യാൻ ഹോം പാക്കിന് സാധിച്ചിട്ടുണ്ട്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റുകളും ഹോം ഡെക്കോർ ഐറ്റംസും ഒക്കെ ചെയ്തിരിക്കുന്നത് വെറേവിയ നെസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. അവരുടെയൊക്കെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകുന്നുണ്ട്. പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാൻ സാധിക്കും. ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയുടെ അവസാനം നമ്മൾ വീണ്ടും സംസാരിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് വീട് മുഴുവനായിട്ട് നമുക്കൊന്ന് കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡൈനിങ് സ്പേസിലാണ്. 10 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ ചെയറിൻ്റെ ഒക്കെ ഡിസൈൻ നല്ല ഭംഗിയിൽ തന്നെ മേക്ക് ഓവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഡാർക്ക് വുഡ് കളറും അതേപോലെ ഒരു ഗോൾഡൻ ടച്ചുമാണ് അതിൽ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെ ഇവിടെയാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ടൈലുകളാണ് വാഷ് ഏരിയക്ക് നൽകിയിരിക്കുന്നത്. നല്ല രസമുണ്ട് ഈ ടൈലുകൾ കാണാൻ വേണ്ടിയിട്ട്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഇവിടുത്തെ വാഷ് ബേസിൻ ഏരിയ. മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാഷ് ബേസിൻ ഏരിയ ആണ്. മിററും അതിൻ്റെ കൂടെ തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റും നൽകിയിരിക്കുന്നു. അടിയിൽ ഇതേപോലെ മാർബിൾ ഫിനിഷിൽ വരുന്ന ഒരു വാഷ് ബേസിനാണ് നൽകിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെ ഒരു പാറ്റിയോ സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ പാറ്റിയോ സ്പേസിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഡോർ ആക്സസ് ഇവിടെ നൽകിയിരിക്കുന്നു. നേരെ ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെ നമുക്ക് എൻട്രി കിട്ടുന്ന രീതിയിലാണ് ഈ വീട്ടിലെ പ്രയർ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രയർ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിസ്കാരമുറിയാണ്, അത് ഈ ഭാഗത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിസ്കാരമുറിക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ, അബ്ലൂഷൻ ഫെസിലിറ്റിയും അതേപോലെ നിസ്കരിക്കാനുള്ള സ്പേസൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു. മിനിമലായിട്ടാണ് നിസ്കാരമുറി ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്ത് നമുക്ക് കാണാനുള്ളത് ഫാമിലി ലിവിങ് സ്പേസ് ആണ്. എല്ലാ വീഡിയോസ് ചെയ്യുന്ന സമയത്തും ഓഡിയൻസ് നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് വീടിൻ്റെ ടോട്ടൽ ഏരിയ എത്രയാണെന്നുള്ളത്. 3000 സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് ഈ വീടിൻ്റെ ഏരിയ വരുന്നത്. നോർമലി നമ്മൾ വീടുകളെ തരംതിരിക്കുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിട്ടുള്ള വീടുകൾ, അല്ലെങ്കിൽ ഒരു 3000 സ്ക്വയർ ഫീറ്റിന് താഴെ ചെയ്തിട്ടുള്ള വീടുകൾ, 3000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ചെയ്തിട്ടുള്ള വീടുകൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ അവതരിപ്പിക്കാറുള്ളത്. ഈ വീട് 3000 സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് വരുന്നത്. 4 ബെഡ്റൂമുകൾ ഈ വീട്ടിൽ വരുന്നുണ്ട്. കുറച്ചൊരു മോഡേൺ സ്റ്റൈൽ, അതേപോലെ കുറച്ചുകൂടി ഒരു കൊളോണിയൽ സ്റ്റൈലൊക്കെ മിക്സ് ചെയ്തിട്ടാണ് വീടിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഫാമിലി ലിവിങ് സ്പേസിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിരിക്കുന്നത് ഈ ഒരു സ്റ്റൈലിലാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു കോർട്ട്യാർഡ് സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ളൊരു കോർട്ട്യാർഡ് സ്പേസ് ആട്ടോ. നല്ല രീതിയിൽ നാച്ചുറൽ ലൈറ്റും കാറ്റും ഒക്കെ ലഭിക്കുന്ന രീതിയിലാണ് ഈ കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കൊന്ന് കാണാം. ഇതാണ് ഈ കോർട്ട്യാർഡ് സ്പേസ്. ഈ വീടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഒരു കണക്ടിവിറ്റി കിട്ടുന്ന രീതിയിലാണ് കോർട്ട്യാർഡ് സ്പേസ് നൽകിയിട്ടുള്ളത്. അത് വീടിൻ്റെ മുകളിൽ കയറിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മുകളിൽ നിന്നും ഇതേ വ്യൂ തന്നെ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന കോർട്ട്യാർഡ് വ്യൂവിൽ ഈ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ ഓപ്പൺ എയറും അതേപോലെ നല്ല ലൈറ്റും വീടിനകത്തേക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ മുഴുവനായിട്ട് ഗ്രില്ല് ചെയ്തിരിക്കുകയാണ്. വാളിൽ ക്ലാഡിങ്ങുകൾ നൽകിയിരിക്കുകയാണ്. ഇവിടെ ഒരു വാട്ടർ ഡ്രെയിൻ സെറ്റ് ചെയ്തിരിക്കുന്നു. നല്ല രസമുണ്ട് മുകളിൽ ആ ഒരു ഡ്രെയിന് വരുന്ന സമയത്ത്. ചില വീട്ടിൽ ഈ ഡ്രെയിൻ സെറ്റ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആവാറില്ല. ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ഡ്രെയിൻ തന്നെ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ഊഞ്ഞാൽ നൽകിയിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു ഊഞ്ഞാൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. നമുക്ക് ഈവനിങ് സമയത്തൊക്കെ നല്ലൊരു വൈബ് കിട്ടുന്ന രീതിയിൽ തന്നെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന സമയത്ത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റുകളൊക്കെ നൽകിയിരിക്കുന്നു. അതെല്ലാം നമ്മുടെ എക്സ്റ്റീരിയർ ഫർണിച്ചർ ടൈപ്പിൽ വരുന്ന തരത്തിലുള്ള ചെയറുകളാണ് നൽകിയിട്ടുള്ളത്. ഇവിടുത്തെ ഫ്ലോറിംഗ് മെറ്റീരിയൽ തന്നെ ഒരു സെപ്പറേറ്റ് ഡിസൈനിലും സെപ്പറേറ്റ് കളറിലുമാണ് വന്നിട്ടുള്ളത്. ആ ഒരു യുണീക്ക് ആയിട്ടുള്ള ഫീല് ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓവറോൾ ആംബിയൻസ് നോക്കുകയാണെങ്കിൽ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസിലാണ് ഈ ഒരു കോർട്ട്യാർഡ് സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഈ വീട്ടിലെ ബെഡ്റൂമുകളൊക്കെ നമുക്ക് കാണാം അല്ലേ. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂം ആ ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല രസമുള്ളൊരു സ്റ്റെയർ കേസ് ഏരിയ, ഒരു പ്ലാറ്റ്ഫോം, അതിൽ തന്നെ TV യൂണിറ്റ് ഒക്കെ നൽകിയിരിക്കുന്നു. ആദ്യത്തെ 2-3 സ്റ്റെപ്പുകൾ മാത്രം ആ പ്ലാറ്റ്ഫോമിൽ, പിന്നെ അങ്ങോട്ട് മുകളിലേക്കാണ് സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പുകൾ വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ബെഡ്റൂമുകൾ ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് വരാം. ഇവിടെ ഒരു ഹൈലൈറ്റഡ് വാള് ഇതേപോലെ ആ ഒരു CNC വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. WPCയിൽ CNC വർക്ക് ചെയ്ത് PU ഫിനിഷിലാണ് ഇത് മേക്ക് ഓവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇതേപോലെ ലെങ്തി ആയിട്ടുള്ള ഒരു ഡ്രോവർ സ്പേസും നൽകിയിരിക്കുന്നു. ഈ ഒരു പാസേജ് ആണ് ബെഡ്റൂമിലേക്ക് വരുന്നത്. ബെഡ്റൂമിന്റെ ഡോർ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ബെഡ്റൂമിന്റെ ഡിസൈന് നമുക്കൊന്ന് കാണാം. ബെഡ്റൂമിന്റെ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് സൈസ് ആദ്യമേ പറയാം. ഈ ഒരു ബെഡ്റൂം സൈസ് 3.6 ആണ് വീതി വരുന്നത്. ഒരു 3.9 മീറ്റർ ആണ് ലെങ്ത് വരുന്നത്. അതിലൊരു കിങ് സൈസ് കോട്ട് വരുന്നുണ്ട്. ഇതേപോലെ ആർച്ച് ഷേപ്പിലാണ് ഹെഡ് ബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
കോൺക്രീറ്റ് പാനലുകളാണ് ബാക്കിൽ ഇതേപോലെ പാനലിംഗ് വർക്കുകൾക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. അതിൽ PU പെയിൻറ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ് ഫിനിഷിലേക്ക് അത് മാറ്റിയെടുക്കാൻ സാധിക്കും. ലൈറ്റുകളൊക്കെ ഇവിടെ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ 2 സൈഡ് ടേബിൾ നോക്കും, നല്ല ഭംഗിയുള്ള സൈഡ് ടേബിൾസ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് കർട്ടൻ നൽകിയിരിക്കുന്നു. ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു മോഡേൺ ചെയർ നൽകിയിട്ടുണ്ട്. ഈ വാളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഫുൾ ഹൈറ്റിൽ ഒരു മിറർ നൽകിയിരിക്കുന്നു. നേരെ ഇവിടെയാണ് വാർഡ്രോബ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്ലൈഡിംഗ് ഡോറാണ് വാർഡ്രോബിന് നൽകിയിട്ടുള്ളത്. ഇവിടെയും ഒരു ചെറിയ മിറർ നൽകിയിട്ടുണ്ട്. ഒരു ഓട്ടോമൻ ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്റൂമുകൾ കാണാം. ഈ വീടിന്റെ ബാത്റൂം കൺസെപ്റ്റുകളൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാത്റൂമിലേക്ക് വരികയാണെങ്കിൽ ഡോറുകളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. WPCയിൽ ചെയ്ത ഡോറാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാത്റൂമിന്റെ ടൈൽ പാറ്റേൺ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മൊസൈക്ക് ടൈലിന്റെ ഫിനിഷിൽ വരുന്ന ഒരു ടൈൽ പാറ്റേൺ ആണ് ബാത്റൂമിൽ നൽകിയിരിക്കുന്നത്. അതേപോലെ ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ സെപ്പറേറ്റ് ഗ്രൗണ്ട് ലെവലിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രസത്തിൽ ചെയ്തിരിക്കുന്ന ഒരു ബാത്ത് ഏരിയ. രണ്ടാമത്തെ ബെഡ്റൂം കാണാം. ഇവിടെയാണ് നൽകിയിട്ടുള്ള അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂമിന്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ന്യൂട്രൽ തീമിൽ ചെയ്തിരിക്കുന്ന നല്ല രസത്തിൽ ചെയ്തിട്ടുള്ള ഇതേപോലെ കേർവ്ഡ് ആയിട്ടുള്ള ഹെഡ് ബോർഡൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കെയിൻ ഫിനിഷിലാണ് സൈഡ് ടേബിൾ ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തും ഇതേപോലെ കെയിൻ ഫിനിഷിലുള്ള സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. വാളിൽ WPC ഉപയോഗിച്ചിട്ടാണ് ഈ പാനലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഹൈലൈറ്റഡ് ആയി നിൽക്കുന്നത് ഈ ഒരു വാർഡ്രോബാണ് കേട്ടോ. ആര് കണ്ടാലും ഈ ഒരു വാർഡ്രോബ് നമുക്കും വേണമെന്ന് തോന്നുന്ന രീതിയിലുള്ള നല്ല രസമുള്ള ഫുൾ ഹൈറ്റിൽ ചെയ്തിട്ടുള്ള ഗ്ലാസ് ട്രാൻസ്പെറൻസി ഒക്കെ നൽകിയിട്ടുള്ള ഒരു വാർഡ്രോബാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇതേപോലെ ഒരു സ്റ്റോറേജ് സ്പേസും അതിനോട് ചേർന്നൊരു മിറർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് ഈ ഭാഗത്താണ്. പ്രേക്ഷകർ എപ്പോഴും ചോദിക്കാറുണ്ട് ബാത്റൂമിൻ്റെ ഡിസൈൻസ് ഒന്നുകൂടി ഒന്ന് വിശദമായിട്ട് കാണിക്കാനും ടൈൽ ഡിസൈൻസ് ഒക്കെ കംപ്ലീറ്റ് കാണിക്കാനും. ഫുൾ ഹൈറ്റിൽ ടൈൽ ചെയ്തിട്ട് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒരു വൈറ്റും അതേപോലെ ഒരു അക്വാ ബ്ലൂ കളറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നല്ല രസമുള്ള ഒരു ആംബിയൻസ് ബാത്റൂമിന് ലഭിക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ കിച്ചണാണ്. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ കേട്ടോ. ഒരു ഇംഗ്ലീഷ് സ്റ്റൈൽ, കൊളോണിയൽ സ്റ്റൈലിലൊക്കെ ചെയ്തിട്ടുള്ള കിച്ചൺ എന്ന് പറയാം. ഒരു വൈറ്റ് ഫിനിഷ്, ഒരു ഓഫ് വൈറ്റ് ആണ് ശരിക്കും വരുന്നത്. നമ്മൾ അടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഒരു ലൈറ്റ് ഗ്രേ ടോണാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുക. PU പെയിൻറ്റിലാട്ടോ ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത്. നല്ല രസമുള്ളൊരു ക്ലാസിക് ഷട്ടേഴ്സാണ് കിച്ചൺ നൽകിയിരിക്കുന്നത്. ഇതേപോലത്തെ ഹാൻഡിൽസുകളൊക്കെ നൽകിയിട്ടുള്ള കിച്ചൺ. വലിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അത്യാവശ്യം നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. അതും ഏകദേശം ഒരു ഓഫ് വൈറ്റ് കളറാണ് നൽകിയിരിക്കുന്നത്. കിച്ചൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതേപോലെ ഫ്ലൂട്ടഡ് ഗ്ലാസ് വെച്ചിട്ടൊരു ടോൾ യൂണിറ്റ് നൽകിയിരിക്കുന്നു. കൗണ്ടർ ടോപ്പിലേക്ക് വരികയാണെങ്കിൽ അതും വൈറ്റ് ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. ടൈലാണ് കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള വാൾ ടൈലുകൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. നല്ല സൗകര്യമുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു ഓപ്പൺ ഷെൽഫ് നല്ലൊരു പിൻട്രസ്റ്റ് വൈബിൽ തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു 5.5 മീറ്റർ ലെങ്ത് വരുന്നുണ്ട്, 3.6 മീറ്റർ വിഡ്ത്ത് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇവിടെ ഇതേപോലെ ഒരു സെപ്പറേറ്റ് ടോൾ യൂണിറ്റ് ഏരിയ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ ലഭിക്കുന്നു. ഇവിടെ തന്നെയാണ് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ സ്പേസ് നൽകിയിട്ടുണ്ട്. നല്ല രസമുള്ളൊരു സ്റ്റോർ റൂം ഉണ്ട് കേട്ടോ ഇവിടെ. സാധാരണ നമ്മൾ സ്റ്റോർ റൂം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറേ സാധനങ്ങൾ കൊണ്ട് ഡംപ് ചെയ്യുന്ന സ്ഥലമാണ്. അതിന് പകരം ഇവിടുത്തെ ഒരു സ്റ്റോർ റൂം നോക്കും നിങ്ങൾ. ഫുൾ സെറ്റപ്പിൽ പക്ക ഓർഗനൈസ് ചെയ്ത് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോർ റൂമാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത്. ഇവിടേക്ക് നോർമൽ നമ്മുടെ വർക്കിംഗ് കിച്ചന് ആവശ്യമായിട്ടുള്ള സാധാ അടുപ്പ്, അതേപോലെ ഗ്യാസ് സ്റ്റൗവ്, സിങ്ക് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുണ്ട്. സോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ പെട്ടെന്ന് ഇവിടുന്ന് തന്നെ കഴിച്ച് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണേ. സ്റ്റെയർ കേസിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ 2 സ്റ്റെപ്പ് വുഡൻ കവറിങ് കൊടുത്തിരിക്കുന്നു. ഹാൻഡ് റെയിൽ ഇതേപോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിൽ റൗണ്ട് ആയിട്ടുള്ള വുഡൻ ഹാൻഡ് റെയിൽ പീസ് നൽകിയിട്ടുണ്ട്. ടഫൻ ഗ്ലാസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 10mm ടഫൻ ഗ്ലാസ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല സേഫ്റ്റി നമുക്ക് ഈ ഗ്ലാസ്സിന് ലഭിക്കും. ഈ ഗ്ലാസിൻ്റെ മുകളിൽ തന്നെ ഹാൻഡ് റെയിൽ വരുന്ന മോഡലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ സ്റ്റെയർ കേസ് ഒരു U ഷേപ്പിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പുകളെല്ലാം മാർബിൾ ഫിനിഷ് തന്നെ നൽകിയിരിക്കുന്നു. ഇറ്റാലിയൻ മാർബിൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ മുഴുവനായിട്ടും ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ആ ഒരു മെറ്റൽ ഷീറ്റിൽ ചെയ്തിട്ടുള്ള പാർട്ടീഷൻ നല്ല ഭംഗിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ലിവിങ് സ്പേസ് നമുക്ക് നന്നായിട്ട് വിസിബിലിറ്റി ലഭിക്കുന്നുണ്ട്. വീട് നല്ലൊരു ഓപ്പൺ ഫീൽഡ് തന്നെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആർക്കിടെക്റ്റുകൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതേപോലെ ഒരു ഹൈലൈറ്റഡ് ഏരിയ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്തും 2 ബെഡ്റൂമുകളാണുള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂം ഈ ഭാഗത്താണ്. ബെഡ്റൂം കാണുന്നതിന് മുമ്പ് അപ്പർ ലിവിങ് സ്പേസ് നമുക്കൊന്ന് കാണാം.
ലിവിങ് സ്പേസിൽ ഒരു കർവ്ഡ് ആയിട്ടുള്ള സോഫ സെറ്റ് ചെയ്തിരിക്കുന്നു, ഒരു സെൻറ്റർ ടേബിളും കൊടുത്തിട്ടുണ്ട്, അതിനോട് ചേർന്ന് ഒരു TV യൂണിറ്റും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ബെഡ്റൂമിൻ്റെ ഡിസൈൻ നമ്മളൊന്ന് കാണുകയാണെങ്കിൽ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കിങ് സൈസിൽ വരുന്നൊരു കോട്ട് നൽകിയിട്ടുണ്ട്, 2 ഹാങ്ങിങ് ലൈറ്റുകൾ, ഒരു ഇംഗ്ലീഷ് സ്റ്റൈൽ ക്ലാഡിംഗ് ആണ് ഹൈലൈറ്റഡ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ടിൻറ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് വാർഡ്രോബിന് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്താണ് ഒരു മിറർ യൂണിറ്റ് വരുന്നത്, അതേപോലെ തന്നെ ഒരു ബാത്റൂം സ്പേസ്, അറ്റാച്ച്ഡ് സ്പേസ് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു. ബാത്റൂമിൻ്റെ ഡിസൈൻ നമുക്ക് കാണാം, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഗ്രേ ആൻഡ് ബ്ലാക്ക് തീമിലാണ് ഈ ഒരു ബാത്റൂം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു പാറ്റേണിലാണ് ബാത്റൂമിൻ്റെ ടൈൽ പാറ്റേണുകൾ നൽകിയിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാൽക്കണി കൂടെ നൽകിയിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ ബാൽക്കണി സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു സെൻട്രൽ കോർട്ട്യാർഡ് ഏരിയ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ഏരിയ നൽകിയിട്ടുള്ളത്. ഞാൻ നേരത്തെ കോർട്ട്യാർഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു, വീടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് കണക്ടിവിറ്റി കിട്ടുന്ന രീതിയിലാണ് വീട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ ഒരു മിനിമൽ ആയിട്ടുള്ള സൗകര്യങ്ങളാണ് ഈ ഒരു ബെഡ്റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഒരു ക്യൂൻ സൈസ് കോട്ട് നൽകിയിരിക്കുന്നു. കോട്ടിന് ഇതേപോലെ നമ്മുടെ എന്താ പറയുക മൊസ്കിറ്റോ നെറ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന പ്രൊവിഷൻസിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരു ഒട്ടോമൻ ബെഞ്ച് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, 2 സൈഡ് ടേബിൾ വരുന്നുണ്ട്. ബാത്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ ടൈൽ പാറ്റേൺ ഡിസൈൻ. ഓരോ ബാത്റൂമിനും ഓരോ യുണീക്ക് ആയിട്ടുള്ള പാറ്റേൺസ് ആണ് ആർക്കിടെക്ട്സ് നൽകിയിരിക്കുന്നത്. അടുത്ത് നമ്മൾ കാണുന്നത് ഇവിടുത്തെ നല്ല രസമുള്ളൊരു റീക്രിയേഷണൽ ഏരിയ നൽകിയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ബാൽക്കണി സ്പേസിലേക്കൊക്കെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു സ്പേസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോറിങ് തന്നെ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഊഞ്ഞാൽ നൽകിയിരിക്കുന്നു, ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ഊഞ്ഞാൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ആണ് ഇവിടെ ഫുള്ള് നൽകിയിട്ടുള്ളത്. വീടിൻ്റെ എക്സ്റ്റീരിയർ സൈഡിൽ നിന്ന് കാണുന്ന ഗ്ലാസ് ഏരിയ ഈ ഒരു ഏരിയ ആണ്, അതിന് കർട്ടൻസ് ഒക്കെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഇതേപോലെ സീലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു റൗണ്ട് സർക്കിളിൽ ഒരു ഹോള് നൽകിയിട്ട് അവിടുന്ന് നാച്ചുറൽ ലൈറ്റ് വീട്ടിലേക്ക് കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഇതേപോലെ ഒരു ഓപ്പൺ ബാൽക്കണി സ്പേസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ ആളുകളൊക്കെ വരുന്ന സമയത്ത് ആളുകൾക്ക് ഇവിടെയൊക്കെ വന്ന് നിന്നൊന്ന് ചില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഈ വീടിൻ്റെ പ്ലാനിങ് ചെയ്തു വെച്ചിട്ടുണ്ട്. സോ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. എല്ലാ വീട്ടിലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഹൗസ് ഓണേഴ്സിൻ്റെ ഫീഡ്ബാക്ക് നമ്മൾ എടുക്കാറുണ്ട്. ഈ വർക്കിനെ കുറിച്ച് അവരുടെ അഭിപ്രായം എന്താണ്, ഇവിടെ താമസിക്കുന്ന ആളുകളുടെ എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളത്. പെട്ടെന്ന് തന്നെ ഈ വീട്ടിലെ ഹൗസ് ഓണേഴ്സിൻ്റെ ഒപ്പീനിയൻ അറിഞ്ഞിട്ട് തിരികെ വരാം. ഈ വീടിൻ്റെ ഹൗസ് ഓണേഴ്സാണ് നമ്മളെ കൂടെ ഉള്ളത്, ഷാഹിദ് ആൻഡ് ഫാമിലി. വെൽക്കം ടു മൈ ബെറ്റർ ഹോം. ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഇപ്പം എത്ര സമയമായി? 3 മാസത്തോളമായിട്ട്. 3 മാസമായി. അപ്പോൾ ഞങ്ങളിപ്പം നല്ല വീടുകൾ മാത്രം കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വീട് കൂടെ കവർ ചെയ്യുന്നത്. അപ്പോൾ ആർക്കിടെക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാ വീട്ടിൽ നിന്ന് ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ആർക്കിടെക്റ്റിനെ പരിചയപ്പെടുന്നത്, എങ്ങനെയാണ് അവരായിട്ടുള്ള ഡിസ്കഷൻ വരുന്നത് എന്നുള്ള കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? നമ്മളെ ഒരു കസിൻ ത്രൂ ആയിരുന്നു നമ്മൾ പരിചയപ്പെട്ടത്. അവരെ വർക്ക് കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് നമ്മളിലേക്ക് വരുന്നത്. ഓ ശരി. ആദ്യം അവരെ വർക്ക് നിങ്ങൾ കണ്ട് അതിന് ശേഷം റിനോവേഷൻ വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ജാസിലിനെ നമ്മൾ വർക്ക് പരിചയപ്പെടുന്നത്. നിങ്ങൾ പറഞ്ഞു കൊടുത്ത രീതിയിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ കൺസെപ്റ്റിൻ്റെ ആ രീതിയിൽ തന്നെ വീട് പ്ലാൻ ചെയ്യാനും ഡിസൈൻ ചെയ്യാനൊക്കെ അവർ കൂടെ ഉണ്ടായിരുന്നു. തുടക്കം മുതലേ അവരുണ്ടായിരുന്നു. ഈ വീട്ടിലെ കിച്ചണൊക്കെ അടിപൊളിയായിട്ട് ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ ഒരു ഇംഗ്ലീഷ് കൊളോണിയൽ സ്റ്റൈലാണ്. ബെഡ്റൂമിലാണെങ്കിൽ നമുക്കത് കാണാം, മോഡേൺ സ്റ്റൈലുകളൊക്കെ കാണാം. അപ്പോൾ ഏകദേശം ഈ രീതിയിൽ തന്നെ ഇൻറ്റീരിയർ വരണം എന്നായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമൊക്കെ? ഉണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ ഒരു വീടുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിൻട്രസ്റ്റ് വഴി കുറച്ച് കണ്ടു. പിന്നെ ജാസിൽക്ക ഭയങ്കര നമുക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ നമുക്കത് ചേഞ്ച് ചെയ്ത് അവരുടെ ഒരു സ്റ്റൈലിൽ തന്നെ ആക്കിയിട്ട് മാറ്റിയതാണ് ഇപ്പോൾ അത്. പക്ഷേ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മോളുടെ പേരെന്താ? മോള് ഐഷ ദുവ. എത്ര വയസ്സായി? 1.5 വയസ്സ്. 1.5 വയസ്സായി. നിങ്ങൾക്ക് ഒരു മോളാണോ? ഒരു മോള്, 2 ആൺകുട്ടികളാണ്. സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വീട്ടിൽ നല്ല സന്തോഷത്തോടു കൂടെ കുടുംബത്തോടൊക്കെ ചേർന്ന് ജീവിക്കാൻ സാധിക്കട്ടെ. ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഉണ്ടാവും. താങ്ക് യു സോ മച്ച് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ അവസരം തന്നതിന്. ഓക്കെ, അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വീട്ടിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആർക്കിടെക്ചറൽ ഫേമിനെ കുറിച്ചാണ്. പലപ്പോഴും നമ്മുടെ ഒരു വീഡിയോ കാണുന്ന പ്രേക്ഷകർ നമ്മളോട് കമൻറ്റിൽ ചോദിക്കുന്ന കാര്യമാണ്, എന്താണ് വീടിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് നിങ്ങൾ പറയാത്തത് എന്നുള്ളത്. നിരന്തരമായിട്ട് നമ്മുടെ ഓഡിയൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഇതേപോലൊരു വീട് 2 വർഷങ്ങൾക്ക് മുമ്പ് വീട് പണി തുടങ്ങുന്ന സമയത്തുള്ള കോസ്റ്റോ അല്ലെങ്കിൽ ടോട്ടൽ ബഡ്ജറ്റോ ആയിരിക്കില്ല നിങ്ങൾ ഇനി അങ്ങോട്ടൊരു വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ റേറ്റ് മാറുന്നുണ്ട്,
കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഒരു വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോഫ പോലെയോ അല്ലെങ്കിൽ ഹോം ഡെക്കോർ പോലെയോ ഒരു ഐറ്റം അല്ല, ഒരുപാട് സർവീസുകൾ കൂടിച്ചേർന്നാണ് ഒരു ടോട്ടൽ വീടായി മാറുന്നത്. അപ്പം അത്രയും കാര്യങ്ങളെല്ലാം കൂടിച്ചേരുന്ന സമയത്ത് ഇനിയുള്ള 2026 ഒരു വീട് പണി തുടങ്ങി 2027 28 നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കോസ്റ്റിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോസ്റ്റ് ആയിരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരിക. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ അണ്ടർകോട്ട് ആയിട്ടുള്ള ഒരു എമൗണ്ട് പറഞ്ഞിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പല ആളുകളും ഇതേ രീതിയിൽ കോട്ടും കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതൊക്കെ സത്യത്തിൽ അണ്ടർകോട്ട് ആണെന്ന് ഞാൻ പറയും. കാരണം 2 വർഷം മുമ്പുള്ള 3 വർഷം മുമ്പുള്ള കൺസ്ട്രക്ഷൻ കോസ്റ്റാണ് നിങ്ങളോട് പറയുന്നത്. ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു, ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് എപ്പോഴും നിങ്ങളുടെ ആർക്കിടെക്റ്റുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആർക്കിടെക്റ്റുമായിട്ട് നേരിട്ട് നിങ്ങൾ മീറ്റിങ്ങിന് ഇരുന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഫൈനൽ കോട്ട് ഏതൊരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റിൻ്റെ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വീട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള ആർക്കിടെക്റ്റുകളെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. കോഴിക്കോട് മാങ്കാവിൽ പ്രവർത്തിക്കുന്ന ജഹാസിൽ ഡിസൈൻ സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ വീട്ടിലെ ആർക്കിടെക്ചറൽ സർവീസുകൾ മുഴുവനായിട്ടും ചെയ്തിരിക്കുന്നത്. പ്ലാനിങ് മുതൽ അതേപോലെ ടേൺകീ വരെയുള്ള എല്ലാ സ്റ്റേജുകളിലും അവരുടെ സർവീസാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളും കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകളും കേരളത്തിനകത്തും തമിഴ്നാട്, കർണാടക തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റുകളിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ജഹാസിൽ ഡിസൈൻ സ്റ്റുഡിയോ. അവരുടെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ നൽകുന്നുണ്ട്. അതേപോലെ ഈ വീട്ടിലെ ഇൻറ്റീരിയർ പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നതും കസ്റ്റമൈസേഷൻ, ഫർണിച്ചറിലൊക്കെ കസ്റ്റമൈസേഷൻ കൊണ്ടുവന്നിരിക്കുന്നതൊക്കെ ഹോം പാക്ക് എന്ന് പറയുന്ന കമ്പനിയാണ്. അവരുടെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ സാധിക്കും. ഹോം ഡെക്കോർ ഐറ്റംസ് എല്ലാം ചെയ്തിരിക്കുന്നതും സോയ്സ് ചെയ്തിരിക്കുന്നതും വെരേവിയ നെസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്നാണ്. സോ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും കൊടുക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.